കുടുംബജീവിതത്തിലേക്ക് ഞാൻ കടക്കണില്ല. കുടുംബജീവിതം പ്രധാനമായും 2 കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത്. ഒന്ന് ആണുങ്ങളെ വർത്താനം, 2 പെണ്ണുങ്ങളെ ഭക്ഷണം. മനസ്സിലായില്ല. കുടുംബജീവിതം വിജയിക്കാൻ 2 കാര്യമാണ് വേണ്ടത്. ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ആകുക, 2 പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയർ ആകുക. ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്, നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എൻജിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻജിനീയർ ആവണേന് ഞാൻ എതിരല്ല, ഡോക്ടർ ആവണേന് ഞാൻ എതിരല്ല, ജില്ലാ കളക്ടർ ആവണേന് ഞാൻ എതിരല്ല, ട്രാവൽസിൽ ഇരിക്കണേന് എതിരല്ല, അക്കൗണ്ടൻ്റ് ആവണേന് എതിരല്ല, CAക്ക് പോണേന് എതിരല്ല, ഒന്നിനും ഞാൻ എതിരല്ല. കുടുംബജീവിതം നന്നാവണോ, മീൻകറി വെക്കാൻ കഴിയണം, കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം. ഭക്ഷണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളെ ഭക്ഷണം, 2ഉം ക്ലിയർ ആണോ, കുടുംബജീവിതം ഉഷാറായി. ആണുങ്ങളുടെ വർത്താനം, എന്താ വർത്താനം? ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ്. ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. ഇതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ്. ചോറുണ്ടാക്കുക, കൂട്ടാണ്ടാക്കുക, മീൻ കൂട്ടാണ്ടാക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, മുരിങ്ങ കാൽച്ച, തുണിക്കുപ്പായം തിരുമ്പുക, സ്ഥിരിടുക, അടിച്ചു വരിക, തുടക്കുക, വൃത്തിയാക്കുക. അതാണ് നിർമ്മാണ മനസ്സ്. ആണുങ്ങളുടെ ശേഖരണം, പെണ്ണുങ്ങളുടെ നിർമ്മാണം. ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ്, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ്. ഒരാണിനോടൊരു പെണ്ണ് നിങ്ങൾ എന്തൊരു മനുഷ്യന് 5 പൈസക്ക് ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു. പിന്നെ ഓന് പ്രഷർ അടിച്ചു കയറിയതിൻ്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട, അതുതന്നെയാണ് കാരണം. ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല, അത് നോക്കാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. 500 ഉറുപ്പ്യൊക്കെ ഇറക്കെടുത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നാലേ വല്ല സ്വർണത്തിന് എന്തെങ്കിലും മൂതലോ എന്തെങ്കിലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കിട്ടോ എന്ന് മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കിട്ടോ എന്ന് പറഞ്ഞാണ്ട് സമ്മതാക്കി ചെയ്യാണ്ട്. എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ എന്തൊരു മനസ്സിലാ, 5 നമുക്കത് മതിയല്ലോ, ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആണുങ്ങൾ സന്തോഷമായിരിക്കും. കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ്.